നമ്പർ ബ്ലോക്ക് ചെയ്യാൻ മറന്നുപോയടോ അവൻ്റെ. ഇതിപ്പോൾ എന്തിനാവോ വിളിക്കുന്നത്? ജാസിയോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷ അവന് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ അടങ്ങി നിന്നത്. അല്ലെങ്കിൽ ഞാൻ തന്നെ അവൻ്റെ കൈയും കാലും അടിച്ചൊടിച്ചേനെ. ഒരേ രക്തമായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് അവൻ്റെ കൊള്ളരുതായ്മകളെല്ലാം ഞാൻ ഇത്രയും കാലം സഹിച്ചത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കണ്ട ദേവദാസ് എന്ന പേരിലേക്ക് നോക്കി പല്ല് ഞെരിച്ചുകൊണ്ടാണ് കിച്ചേട്ട അങ്ങനെ പറഞ്ഞു നിർത്തിയത്. ആ, ഏതായാലും കോൾ എടുക്കുക കിച്ചേട്ടാ. കാര്യം എന്താണെന്ന് അറിയാലോ. കിച്ചേൻ്റെ ഒപ്പം മെല്ലെ നടന്നുകൊണ്ട് ഞാൻ അങ്ങനെ പറയുമ്പോൾ ആള് ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് ലൗഡ് സ്പീക്കറിൽ ഇട്ടു. കിച്ചു മോനെ, കുഞ്ഞമ്മയാടാ. എൻ്റെ ദേവൻ്റെ സംസാരശേഷി പോയി മോനെ. ഇന്ന് ഈ നേരം വരെ എൻ്റെ കുഞ്ഞ് വാ തുറന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. കരച്ചിലിനകമ്പടിയോടെ ഉഷക്കുഞ്ഞമ്മ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ ഞാനും കിച്ചേട്ടനും പരസ്പരം നോക്കി നിന്നുപോയി. എടോ, തൻ്റെ മുത്തശ്ശിയെ പോയൊന്ന് കാണേണ്ടി തനിക്ക്. വേണേലൊന്ന് പോയിട്ട് വാ. ഇവിടെ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. നീണ്ടു വളർന്ന താടി രോമങ്ങളിൽ മെല്ലെ വലിച്ചുകൊണ്ട് തന്നെ നോക്കി അങ്ങനെ പറയുന്നവനെ ഒന്ന് ഇരുത്തി നോക്കി തമ്പുരു. പിന്നെ കയ്യിലിരുന്ന സിനിമാ വാരിക മടക്കി വെച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു തുടങ്ങി. തറവാട്ടിലിപ്പോൾ മുത്തശ്ശി മാത്രം ആകില്ല ഉള്ളത്. ആരെങ്കിലുമൊക്കെ എപ്പോഴും അവിടെ ഉണ്ടാകും. എന്നെ കണ്ടാൽ അവരൊക്കെ ഓരോന്ന് കുത്തി പറയും. എനിക്കത് സഹിക്കില്ലടോ. അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോകാൻ ഇപ്പോൾ ആഗ്രഹിക്കാത്തത്. ഇടറിയ സ്വരത്തിൽ അവൾ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ മുഖത്തും സങ്കടം നിഴലിച്ചിരുന്നു. പക്ഷെ വയ്യാതെ കിടക്കുന്ന മുത്തശ്ശിക്ക് ആഗ്രഹം ഉണ്ടാകില്ലേ തന്നെ കാണാൻ? ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ? അവൻ വിഷമത്തോടെ പാതിയിൽ പറഞ്ഞു നിർത്തി. അത് കേൾക്ക് അവളുടെ മുഖം കൂടുതൽ വാടി. സുജീഷേ, എൻ്റെ കടയ്ക്ക് തീ വെച്ചവനെ കണ്ടുപിടിച്ചടോ. അവനെ പൊക്കാൻ പോലീസ് പോയിട്ടുണ്ട്. ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രം ഓടി വന്നതാ. അകത്തേക്ക് ഓടിക്കിതച്ച് വന്നുകൊണ്ട് തോമസ് അങ്ങനെ പറയുമ്പോൾ സുജീഷും തമ്പുരും ഒരുപോലെ അയാളെ നോക്കി. ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് പണി പറ്റിച്ചത്. പക്ഷെ അവൻ്റെ പിന്നിൽ മറ്റാരോ ഉണ്ടെന്നത് വ്യക്തമാണെന്ന് CCTV ദൃശ്യങ്ങൾ വഴി അറിയാൻ കഴിയുന്നുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. അവൻ്റെ പിന്നിലുള്ളത് ഏതവനായാലും അവൻ്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടാണ്. എൻ്റെ ജീവിതം തകർക്കാൻ നോക്കിയ ആ കള്ളപ്പന്നിയെ വെറുതെ വിടില്ല ഞാൻ, നോക്കിക്കോ. ഇടം കൈയിൽ തൻ്റെ മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളെ തുടച്ചു മാറ്റിക്കൊണ്ട് തോമസ് പറഞ്ഞു നിർത്തി. അപ്പോഴും അയാൾ നന്നേ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എടോ തോമസേ, താൻ വീണ്ടും വിചാരമില്ലാതെ അങ്ങനെ ഒന്നും ചെയ്യരുത്. എല്ലാം നിയമത്തിൻ്റെ വഴിക്ക് പൊയ്ക്കോട്ടെ. കൊല്ലും കൊലയ്ക്കും ഒന്നും വേണ്ടടോ. താൻ എൻ്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. ഒരു കാലത്ത് വെട്ടും കുത്തും ഗുണ്ടായുസവും ഒക്കെ കൈമുതലാക്കിക്കൊണ്ട് നടന്നിരുന്ന ആളാണ് ഞാൻ എന്ന് തനിക്കറിയാമല്ലോ. എന്നിട്ടൊടുവിൽ ഞാൻ എന്താണ് നേടിയത്? ഉണ്ടായിരുന്ന ഗവൺമെൻറ് ജോലിയും പോയി, സമൂഹത്തിൽ മോശക്കാർ എന്ന പേരും നേടി. ഇപ്പം തനിയൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. അങ്ങേയറ്റം ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ സുജീഷ് അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ തോമസിൻ്റെ മനസ്സൊന്ന് അയഞ്ഞു. പക്ഷെ സുജീഷിൻ്റെ വാക്കുകൾ കേട്ട തമ്പൂരുവിൻ്റെ മനസ്സ് മുഴുവൻ കുറ്റബോധമായിരുന്നു അപ്പോൾ. ആ, ഇതെന്താ ഇത്ര വൈകിയത്? എത്ര നേരായെന്നറിയോ ഞങ്ങളിവിടെ പോസ്റ്റായിട്ട്? കിച്ചുവിൻ്റെ തോളിലൊന്ന് പതിയെ തട്ടിക്കൊണ്ട് ഒമർ അങ്ങനെ പറയുമ്പോൾ കൃതി ഓടിപ്പോയി കുഞ്ഞോളെ ആലിംഗനം ചെയ്തിരുന്നു. സന്തോഷം കൊണ്ട് അവളുടെ ഇരു കണ്ണിൽ നീർത്തുള്ളികൾ പൊടിഞ്ഞു വന്നു. അതേപോലെ തന്നെ കുഞ്ഞോൾക്കും. കൃതിയുടെ ഏറെ നാളത്തെ പ്രണയമാണ് ഇന്ന് അവൾക്ക് സ്വന്തമായത്. അല്ലെങ്കിലും ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ. അപ്പോൾ എങ്ങനെ നേരെ വിട്ടാലോ നമ്മുടെ ഫ്ലാറ്റിലേക്ക്? ഇന്നത്തെ ദിവസം നമുക്കവിടെ അടിച്ചു പൊളിക്കാം. കിച്ചു അങ്ങനെ പറയുമ്പോൾ ഒമർ കൃതിയെയാണ് നോക്കിയത്. അത് കിച്ചു ഏട്ടാ, എനിക്കൊന്ന് വീട്ടിൽ പോയി അമ്മയെ കാണണമെന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ജാസി ചേട്ടനെയും കാണണം. അത് കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് പോയാൽ പോരെ? അല്പം പരിഭ്രമത്തോടെ കൃതി അങ്ങനെ ചോദിച്ചുകൊണ്ട് നിർത്തുമ്പോൾ കിച്ചു നിറഞ്ഞ ചിരിയോടെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി. സത്യം പറഞ്ഞാൽ അക്കാര്യങ്ങളൊക്കെ ഞാനങ്ങ് മറന്നുപോയി മോളെ. നമുക്കിപ്പോൾ തന്നെ വീട്ടിൽ പോയി അമ്മയെ കാണാം. അവിടെ നിന്ന് തിരിച്ചു പോരും വഴി ഹോസ്പിറ്റലിൽ കയറി ജാസിയെയും കാണാം. അപ്പോഴേക്കും അച്ഛൻ കുഞ്ഞാവിയും കൊണ്ട് വരുമായിരിക്കും അല്ലേടോ? കുഞ്ഞോളെ നോക്കി അങ്ങനെ ഒരു ചോദ്യത്തോടെ കിച്ചു പറഞ്ഞു നിർത്തി. അതെ. കുഞ്ഞോൾ അവൻ പറഞ്ഞതിന് ശരി വെച്ചുകൊണ്ട് കൃതിയുടെ കഴുത്തിൽ കിടന്ന ആ മാലയിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ഒന്ന് ചിരിച്ചു. അത് കാണെ കൃതി നാണത്തോടെ അവളെ നോക്കി ഒന്ന് തലകുലുക്കിക്കൊണ്ട് തിരികെ ചിരിച്ചു. ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ട് നിന്നു കിച്ചു. എന്നാൽ ഒമറിന് കാര്യം മനസ്സിലാവുകയും അതോർത്തുകൊണ്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടരുകയും ചെയ്തു. എൻ്റെ കിച്ചേട്ടാ, ഈ ഒമർ കൃതിയെ പ്രൊപ്പോസ് ചെയ്തത് ഈ മാലയൊക്കെ കൊടുത്തിട്ടായിരുന്നു. പക്ഷെ അന്ന് കൃതി അത് വാങ്ങിയത് ഒമറിന് വിശ്വാസമില്ലാതെ ആയിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. അതാ ഞങ്ങൾ ചിരിച്ചത്. സന്തോഷം നിറഞ്ഞ സ്വരത്തിലുള്ള കുഞ്ഞോളുടെ പറച്ചിൽ കേട്ട് അവർ മൂവരും പരസ്പരം നോക്കി ചിരിച്ചു. എന്നാൽ പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടാലോ, അതോ അമ്മയുടെ അടുത്തേക്കോ? ഒമർ അങ്ങനെ ചോദിക്കുമ്പോൾ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അമ്മയുടെ അടുത്തേക്കെന്ന് കൃതി മറുപടി പറഞ്ഞിരുന്നു. നേരത്തെ കിച്ചുവിനോടും അവൾ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. പിന്നെ ഒട്ടും സമയം കളയാതെ അവർ 4 പേരും കൂടി കൃതിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഡോ, തോമസ് ഇപ്പോൾ വിളിച്ചിരുന്നു. അയാളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയത്രേ. വർക്ക്ഷോപ്പ് നിൽക്കുന്നതിന് ഓപ്പോസിറ്റുള്ള ആ വലിയ ബംഗ്ലാവിലെ ആള് അയാളെ പണം നൽകി സഹായിച്ചെന്ന്. പിന്നെ വർക്ക്ഷോപ്പിന് തീവെച്ച അന്യസംസ്ഥാന തൊഴിലാളിയില്ലേ, അയാളെ പോലീസ് വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്തപ്പോൾ അയാൾ എല്ലാം തുറന്നു പറഞ്ഞു. പിന്നെ താൻ പറഞ്ഞത് തന്നെയായിരുന്നു സത്യം. അതിന് പിന്നിൽ അയാളായിരുന്നു ആ ദേവദാസ്. സുജീഷ് പറഞ്ഞു നിർത്തുമ്പോൾ തമ്പുരു വെറുതെ ഒന്ന് ചിരിച്ചു. എടോ,
പക്ഷെ അയാൾക്കെതിരെ കേസെടുത്തിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അയാൾ കിടപ്പല്ലേ. അത് മാത്രമല്ല, അയാളുടെ സംസാരശേഷി കൂടി നഷ്ടമായെന്ന തോമസ് പറഞ്ഞത്. ഏതായാലും അയാൾ ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടിയല്ലോ. പിന്നെ നമ്മൾ നാളെ തന്നെ കൃഷ്ണൻ വൈദ്യരുടെ അവിടേക്ക് പോകാനാണ് തോമസ് പറയുന്നത്. ഞാൻ പറഞ്ഞു തൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന്. അല്ല, എന്താ തൻ്റെ അഭിപ്രായം? നമുക്ക് നാളെ തന്നെ പോയാലോ, അതോ കുറച്ച് ദിവസം കഴിഞ്ഞു മതിയോ? സുജീഷ് അങ്ങനെ ചോദിക്കുമ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. പിന്നെ അവൻ്റെ അരികിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു തുടങ്ങി. നല്ല കാര്യങ്ങൾ എന്തിനാണോ വെച്ച് താമസിപ്പിക്കുന്നത്? നമുക്ക് നാളെ തന്നെ പോകാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച അച്ചാറുകളും മറ്റും അയാളെ ഏൽപ്പിച്ചിട്ട് പോകാം. അതൊക്കെ വിറ്റുകിട്ടുന്ന ലാഭം അയാൾ എടുത്തോട്ടെ. അവിടെ ചികിത്സയ്ക്ക് കാശ് ചിലവൊന്നും ഇല്ലല്ലോ. പിന്നെ തിരിച്ചു പോരും നേരം ആ വഞ്ചിയിൽ ഇടാനുള്ള കാശ്, അത് ഞാൻ അവിടെ ആ കുട്ടിയെ നോക്കി കിട്ടുന്ന ശമ്പളം നമുക്കതിലിട്ടേക്കാം. അത് പോരെ? അവൾ അങ്ങനെ ഒരു ചോദ്യത്തോടെ അവനെ സൂക്ഷിച്ചു നോക്കി. അതിന് മറുപടിയായി അവൻ നിറഞ്ഞൊന്ന് ചിരിച്ചുകൊണ്ട് തല ചലിപ്പിച്ചു. അവൻ്റെ കൈത്തണ്ടയിൽ ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് അവൾ തുടർന്ന് പറയാൻ തുടങ്ങി. എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസവും അതിൻ്റെ സർട്ടിഫിക്കറ്റുകളുമുണ്ട്. പക്ഷെ ഇന്നോളം ഞാനത് പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. കഴിഞ്ഞ കാല ജീവിതത്തിൽ എനിക്കതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നെ ഞാനായിട്ട് അതിന് മെനക്കെട്ടതുമില്ല. നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴും ഞാൻ അതേപ്പറ്റി ചിന്തിച്ചില്ല എന്ന് വേണം പറയാൻ. പിന്നെ ഇനിയുള്ള കുറച്ചു കാലം കൂടെ നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെ അങ്ങ് പോകട്ടെ. പിന്നെ തൻ്റെ അസുഖമൊക്കെ ഭേദമായി വന്ന ശേഷം നമുക്ക് നല്ല അന്തസ്സായി ജീവിക്കണം. ആരെയും ആശ്രയിക്കാതെ നമ്മൾ മാത്രമുള്ളൊരു ജീവിതം. ഞാൻ എന്തെങ്കിലും നല്ലൊരു ജോലിക്ക് അപ്ലൈ ചെയ്യും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. പിന്നെ വല്ലായ്മയെല്ലാം പൂർണ്ണമായി മാറിയിട്ട് താനും ഏതെങ്കിലും ജോലിക്ക് പോകണം. അത് പതിയെ മതി. ശുഭാപ്തി വിശ്വാസത്തോടെ അവൾ അങ്ങനെ ഓരോന്ന് പറയുന്നത് തിളങ്ങുന്ന കണ്ണുകളാൽ ഏറെ കൗതുകത്തോടെയാണ് അവൻ കേട്ടിരുന്നത്. അഹങ്കാരിയും ദുഷ്ടയുമായ ആ പഴയ തമ്പുരുവിൽ നിന്നും അവൾ ഒരുപാട് മാറിയിരിക്കുന്നുവെന്ന് അവന് പൂർണ്ണമായും ബോധ്യമായി. എന്നോ നഷ്ടപ്പെട്ടു പോയ തൻ്റെ ജീവിതം ഇനി അവളോടൊപ്പം ചേർന്ന് പടുത്തുയർത്തുവാൻ അവനും അതിയായി ആഗ്രഹിച്ചു. കാർത്തു, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ജീവിതം എന്താണെന്ന്? ഒറ്റയ്ക്ക് 2 ദിവസം നിന്നപ്പോൾ തന്നെ നിനക്ക് മടുപ്പ് അനുഭവപ്പെട്ടു അല്ലേ? അപ്പൊ ഇത്രയും നാൾ നമ്മൾ ആരും കൂടെയില്ലാതെ ഈ ഉണ്ണി ഒരാളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രം അമ്മ ഇവിടെ ജീവിച്ചതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. പെറ്റുപോറ്റി വളർത്തിയ മക്കളും വന്നു കയറിയ മരുമക്കളും അതിലുണ്ടായ കൊച്ചുമക്കളും അടക്കം ഒരുപാട് പേരുണ്ടായിട്ടും അവർ അനാഥയെപ്പോലെ ജീവിക്കേണ്ടി വന്നത് നീ ഒരാൾ കാരണമാണ്. അങ്ങേയറ്റം ദേഷ്യം നിറഞ്ഞ സ്വരത്തിൽ കാർത്തുവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രകാശൻ അങ്ങനെ പറയുമ്പോൾ വിതുമ്പിപ്പോയി കാർത്തു. ഒപ്പം അവളുടെ കയ്യിലിരുന്ന ബാഗ് നിലത്തേക്ക് ഊർന്നു വീഴുകയും ചെയ്തു. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ പ്രകാശൻ തുടർന്നു. അന്ന് കിച്ചു കുഞ്ഞോളെ വിവാഹം കഴിച്ച ദിവസം നീയെങ്കിലും അവൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ അവൻ ഈ തറവാട്ടിൽ നിന്നും പോകില്ലായിരുന്നു. അമ്മ ഇവിടെ തനിച്ചാവുകയില്ലായിരുന്നു. അതെങ്ങനെ? നിനക്കൊക്കെ അന്തസ്സും അഭിമാനവും ആണല്ലോ മനുഷ്യരെക്കാൾ വലുത്. പക്ഷെ ഒന്നുണ്ട് കാർത്തു, നമ്മൾ ചെയ്തു കൂട്ടുന്നതിനൊക്കെ അനുഭവിച്ച് നാം ഈ മണ്ണ് വിട്ടു പോകും. ഇപ്പോൾ തന്നെ നിന്റെ അനിയത്തിയുടെ മകൻ്റെ അവസ്ഥ കണ്ടില്ലേ? അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തു ചെയ്യുന്നുവോ അതേ നമുക്ക് കിട്ടൂ. നീ ഇത് ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചോളൂ. പ്രകാശൻ രോഷത്തോടെ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ കാർത്തു ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങിയിരുന്നു. ആ സമയം ഉണ്ണിയുടെ കയ്യിലിരുന്ന കുഞ്ഞാവയുടെ നോട്ടം മുഴുവൻ കാർത്തുവിൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണ ആ ബാഗിൻ്റെ മേലെയായിരുന്നു. ഗൗരി, എനിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അതിന് നീ എന്തിനാ ഇങ്ങനെ സങ്കടഭാവത്തിൽ നിൽക്കുന്നത്? നല്ല കാര്യമല്ലേ അത്? അതോ നിനക്കിനിയും ആ സുജീഷിനെ മറക്കാനായിട്ടില്ലേ? പരിഹാസ രൂപേണയുള്ള ഗൗരിയുടെ ആ ചോദ്യം കേട്ടപ്പോഴാണ് ശരിക്കും ശിവാനിക്ക് സങ്കടം തോന്നിയത് എന്നുള്ളതാണ് സത്യം. അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയുന്നൊരു ബന്ധമായിരുന്നില്ലല്ലോ ഗൗരി ഞങ്ങൾ തമ്മിൽ. ദുഃഖം നിറഞ്ഞൊരു ചിരിയോടെ ശിവാനി അങ്ങനെ പറയുമ്പോൾ ഗൗരി കുറച്ചുകൂടി ശിവാനിയുടെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് രഹസ്യം പോലെ പറഞ്ഞു തുടങ്ങി. എൻ്റെ ശിവാനി, നിന്റെ ആ സുജീഷ് കാരണം ആ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി. പിന്നെ അവനും ഇപ്പോൾ ആ തുമ്പിയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവനെ തുടർ ചികിത്സയ്ക്കായി അവരേതോ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നെന്ന് കേട്ടു. എന്തായാലും അവർ സ്നേഹത്തിൽ തന്നെയാണ് കഴിയുന്നത്. ഇനി നീ മാത്രം എന്തിനാ ഇപ്പോഴും അവനെ ഓർത്ത് നിന്റെ ജീവിതം കളയുന്നത്? അത് മാത്രമോ ആ കുഞ്ഞോൾക്ക്? ഗൗരി എന്തോ പറഞ്ഞു തുടങ്ങിയതും ശിവാനി അവളെ കൈയെടുത്ത് വിലക്കി. പിന്നെ മെല്ലെ പറഞ്ഞു തുടങ്ങി. കുഞ്ഞോൾക്ക് നല്ല മനസ്സായിരുന്നു ഗൗരി. അതുകൊണ്ടാണ് കുറച്ചൊക്കെ ദുരിതം അനുഭവിക്കേണ്ടി വന്നെങ്കിലും അവളിപ്പോൾ സന്തോഷവും സമാധാനവുമായി ജീവിക്കുന്നത്. ഇനിയും വെറുതെ ആ പാവത്തിനെ അതും ഇതും പറഞ്ഞ് നടക്കരുത്. നിനക്ക് നല്ല ജീവിതമുണ്ട്, നീ അതിൽ സന്തോഷം കണ്ടെത്ത്. പിന്നെ എൻ്റെ കാര്യം, ഇപ്പോൾ വന്ന കല്യാണാലോചന ഒരു ഡിവോഴ്സായ ആളുടേതാണ്. അത് വീട്ടിലാർക്കും ഇഷ്ടമായിട്ടില്ല. പക്ഷെ എനിക്കത് താല്പര്യമുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അയാളോട് തുറന്നു പറഞ്ഞു. അയാൾക്കതൊന്നും പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ് ഗൗരി. പിന്നെ ആദ്യ വിവാഹത്തിൽ അയാൾക്കൊരു കുഞ്ഞുണ്ടെന്ന്, അതാണ് എൻ്റെ വീട്ടുകാരുടെ പ്രധാന പ്രശ്നം. പക്ഷെ എനിക്കത് കുഴപ്പമില്ല ഗൗരി. കഴിഞ്ഞ കാല ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ഞാൻ കുറച്ച് തെറ്റുകൾ ചെയ്തു പോയി. അതിനൊക്കെ ഉള്ളൊരു പ്രായശ്ചിത്തമായിട്ടേ ഞാൻ ഈ ബന്ധത്തെ കാണുന്നുള്ളൂ. അമ്മയില്ലാത്തൊരു കുഞ്ഞിന് അമ്മയാകാൻ കഴിയുന്നത് ഒരു പുണ്യപ്രവൃത്തിയല്ലേ ഗൗരി? പിന്നെ എൻ്റെ കഴിഞ്ഞ കാലവും അത്ര നല്ലതൊന്നും അല്ലല്ലോ. അതൊക്കെ അറിഞ്ഞിരിക്കുന്ന ആരും എന്നെ കെട്ടാനും വരില്ലല്ലോ. പിന്നെ ഇപ്പോൾ വന്ന ആൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് തുറന്നു പറഞ്ഞു.
അതുകൊണ്ട് തന്നെ എനിക്ക് വിവാഹത്തിന് താല്പര്യമുണ്ട് ഗൗരി. നിറഞ്ഞ ചിരിയോടെ ശിവാനി അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ ഗൗരിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നിരുന്നു. നീ ഇത്രയൊക്കെ പുരോഗമിച്ചു പോയല്ലോ ശിവാനി. ആ പഴയ പെണ്ണേയല്ല നീ ഇപ്പോൾ. നിനക്ക് നല്ല മാറ്റമുണ്ട്. ഞാനും ഇനി നിന്നെപ്പോലെ മാറി ചിന്തിക്കാൻ പോവാം. ഇനി ഒരിക്കലും ഞാൻ കുഞ്ഞോളെ കുറ്റം പറയില്ല കേട്ടോ. കുഞ്ഞോളെ മാത്രമല്ല, ഇനി ആരെയും ഞാൻ കുറ്റം പറയില്ല. ഗൗരി അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ ശിവാനി നിറഞ്ഞ ചിരിയോടെ അവളെ ആശ്ലേഷിച്ചു. തുമ്പിയുടെ ചെക്കനും കൃഷ്ണൻ വൈദ്യർ രാത്രി ചികിത്സ കൊടുക്കാൻ പോണത്. ഉണ്ണിയച്ചൻ്റെ ആ പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ കിച്ചണിൻ്റെ മുഖത്തേക്ക് ആള് കാണാതെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി. ഇല്ല, ഞാൻ വിചാരിച്ചതുപോലെ ഒരു ഭാവമൊന്നും ആ മുഖത്തില്ല. ഇവിടെ ഇപ്പോൾ എല്ലാവരും തുമ്പിച്ചേച്ചിയും സുജീഷിനെ അംഗീകരിച്ച മട്ടാണ്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. എത്ര പ്രശ്നങ്ങളുണ്ടായാലും സ്വന്തക്കാർ എന്തെങ്കിലുമൊക്കെ ഒന്നിക്കും. അങ്ങനെ തന്നെയല്ലേ വേണ്ടതും. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുക, മരിച്ചു കഴിഞ്ഞ് റീത്ത് വെക്കുന്നതിലും സഹതപിക്കുന്നതിലും നല്ലത് അതല്ലേ. ഇവിടെ ഇപ്പോൾ കിച്ചേട്ടൻ ഒഴികെ മറ്റെല്ലാവരും അവരെ അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷെ കിച്ചേട്ടൻ മാത്രം അമ്പിനും വെല്ലിനും അടുത്തിട്ടില്ല. ആളെ കുറ്റം പറയാനൊക്കില്ലല്ലോ. അവരെ കാരണം ഏറ്റവും കൂടുതൽ വേദനിച്ചത് അദ്ദേഹം ആണല്ലോ. കുഞ്ഞോളെ, ഇന്നാ നല്ല നറുനെയ്യിൽ ശർക്കര ചേർത്ത് വഴറ്റിയ നേന്ത്രപ്പഴ കഴിച്ചു നോക്ക്. പ്രകാശിച്ച് ഒരു ബൗൾ എൻ്റെ നേരെ നീട്ടിക്കൊണ്ട് അങ്ങനെ പറയുമ്പോൾ മാത്രം കിച്ചേട്ടൻ ഇങ്ങോട്ടൊന്ന് നോക്കി. ഇത്രയും നേരം ആള് ഫോണിൽ കാര്യമായി എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാർത്തുവാൻ്റെ മുത്തശ്ശിയുടെ മുറിയിലാണ്. നാളെ മുത്തശ്ശിയെ കൃഷ്ണൻ വൈദ്യരുടെ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ തറവാട്ടിലേക്ക് വീണ്ടും വന്നത്. കൃതിയും ഒമറും ഇന്നലെ തന്നെ പുതിയ ഫ്ലാറ്റ് എടുത്ത് താമസം തുടങ്ങിയിരുന്നു. ഞങ്ങളുടെ ഫ്ലാറ്റിനോട് ചേർന്ന് തന്നെയാണ് അവരും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞാവയുടെ കാര്യത്തിൽ ടെൻഷനില്ല. എൻ്റെ ഛർദിയും ക്ഷീണവും കുറഞ്ഞാൽ ഉടനെ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നാണ് കിച്ചേട്ടൻ്റെ ഓർഡർ. പോരാത്തതിന് ജിബിൻ സാർ ദിവസവും നോട്ട്സ് എല്ലാം വാട്സപ്പ് വഴി അയച്ചും തരുന്നുണ്ട്. പരീക്ഷയ്ക്ക് ഇനി അധിക ദിവസങ്ങളില്ല. വെറുതെ പാസ്സായാൽ പോരാ, നല്ല മാർക്കോടുകൂടി പാസ്സാകണം എന്നാണ് കിച്ചേട്ടൻ്റെ ആഗ്രഹം. സത്യം പറഞ്ഞാൽ ചെറുതിലെ പഠിക്കാൻ തന്നെ മടിച്ചിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെയാണ് പണ്ട് മുത്തശ്ശി പഠിക്കാൻ വിട്ടിട്ടും ഞാൻ തോറ്റു തുന്നപ്പാടി തറവാട്ടിലെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയത്. പക്ഷെ ഇപ്പോൾ എനിക്കും പഠിച്ച് ജയിക്കാനുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ കിച്ചേട്ടനും കുഞ്ഞാവയ്ക്കും വേണ്ടി. അയ്യോ അല്ല, എൻ്റെ കുഞ്ഞാവകൾക്ക് വേണ്ടി കൂടിയാണ്. ചിന്തിച്ചിരിക്കാതെ ചൂടോടെ കഴിക്കുമോളെ. എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് കാത്തുവിനെ അങ്ങനെ പറയുമ്പോൾ എന്നെപ്പോലെ തന്നെ കിച്ചേട്ടന് ഞെട്ടി എന്നുള്ളത് ആളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി. എന്നാൽ പ്രകാശച്ചൻ്റെ മുഖത്താകെ ഒരു വല്ലാത്ത ചിരിയാണ്. ഉണ്ണിയച്ചൻ്റെ കയ്യിലിരുന്ന കുഞ്ഞാവ് ഒന്ന് ചിണുങ്ങിക്കൊണ്ട് ആ നിമിഷം തന്നെ പ്രകാശത്തിൻ്റെ കയ്യിലേക്ക് ചാടിയിരുന്നു. കിച്ചു, നീ അറിഞ്ഞോ മേലെത്തൊണ്ടിലെ ശിവാനിയുടെ കല്യാണമായെന്ന്? നിന്റെ ആദ്യത്തെ കല്യാണത്തിന് അവളുടെ അമ്മ 2.5 പവൻ്റെ ഒരു ചെയിൻ ഇട്ടിരുന്നു. പെട്ടെന്ന് കാത്തുവാൻ്റെ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ കിച്ചേട്ടൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇല്ല, ഇപ്പോഴും ആ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. എൻ്റെ കുഞ്ഞൂസേ, നിന്നെ എനിക്ക് കിട്ടിയതിൻ്റെ കാണാൻ തന്നെ തമ്പുരുവല്ലേ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അവളോടും സുജീഷിനോടും ഒരു വിരോധവും ഇല്ല. പക്ഷെ എന്തോ എല്ലാവരെയും പോലെ അവരെ എനിക്ക് ജന്മം സ്നേഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എൻ്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ കുഞ്ഞൂസിനെ പോലെ നല്ല മനസ്സുള്ള ആൾക്കാർക്ക് അവരെ എല്ലാം മറന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞേക്കും. ഒരു ചിരിയോടെ കിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ കള്ളപ്പരിഭവത്തോടെ ഞാൻ ആളുടെ കവളിലൊന്ന് പിച്ചി. എൻ്റെ പൊന്നെ, ഇനി താടി വടിച്ചതിന് ശേഷം ഇത് എത്ര തവണ എൻ്റെ കവളി പിച്ചെന്ന് വല്ല കണക്കുണ്ടോ? സാധാരണ ഭാര്യമാർ ഗർഭിണിയാകുമ്പോൾ ഭർത്താക്കന്മാർ താടി വളർത്തുന്നതാണ് പതിവ്. ഇവിടെ തിരിച്ചാണ്. ഇത്രയും കാലം താടി വെച്ച് നടന്ന എന്നെ ഇങ്ങനെ ആക്കിയ എൻ്റെ ഭാര്യ. വിഷാദഭാവത്തിൽ ബെഡിന് ഓപ്പോസിറ്റായുള്ള മിററിലേക്ക് നോക്കിക്കൊണ്ട് കിച്ചേട്ട അങ്ങനെ പറയുമ്പോൾ ഞാനൊരു പുഞ്ചിരിയോടെ ആളുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്നു. നാളെ മുതൽ മുത്തശ്ശി എന്നും കാണാൻ കഴിയുമല്ലോ എന്നൊരു സന്തോഷം കൂടിയുണ്ട് എനിക്കിപ്പോൾ. സത്യം പറഞ്ഞാൽ ആ കാര്യം അറിഞ്ഞപ്പോൾ അവിടേക്ക് പോകാനുള്ള ആഗ്രഹം ഒന്നുകൂടെ കൂടി കേട്ടോ. കൊണ്ടുപോകാനുള്ളതൊക്കെ ബാഗിലെടുത്ത് വെച്ചുകൊണ്ട് നിറഞ്ഞ ചിരിയോടെ തമ്പുരു അങ്ങനെ പറയുമ്പോൾ കുഞ്ഞൊരു പരിഭവത്തോടെ സുജീഷ് അവളെ നിന്ന് നോക്കി. പിന്നെ അതേ പരിഭവത്തോടെ പറഞ്ഞു, അപ്പോൾ എന്നെ കൊണ്ടുപോകാനുള്ള ഉത്സാഹമൊന്നും അല്ലല്ലേ, മുത്തശ്ശിയെ കാണാനുള്ള കൊതിയാണ്. അല്ലെങ്കിൽ ഞാനാരാ? പിന്നെ തന്നെ കുറെ നോവിച്ചിട്ടുണ്ട് ഞാൻ. അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. അന്നത്തെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. താനോട് ക്ഷമിക്കടോ. ഇടറിയ സ്വരത്തിൽ അവൻ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ അവൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിവെച്ചിട്ട് അവൻ്റെ അരികിലേക്ക് ഓടിയെത്തി. ഏയ്, ഇപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? കഴിഞ്ഞു പോയതൊന്നും ഞാനിപ്പോൾ ഓർക്കാറില്ല. മാത്രമല്ല, അന്ന് കൂടുതൽ തെറ്റുകൾ ചെയ്തു കൂട്ടിയത് ഞാനായിരുന്നു. അതിലെനിക്ക് കുറ്റബോധവുമുണ്ട്. പക്ഷേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എനിക്ക് മുത്തശ്ശിയെ കാണാനുള്ള ആഗ്രഹത്തേക്കാൾ കൂടുതൽ തന്നെ പഴയ പോലെ ആരോഗ്യത്തോടെ കാണാനാണ് ആഗ്രഹം. താനും മുത്തശ്ശിയും ഒക്കെ പഴയ പോലെ ആരോഗ്യത്തോടെ ജീവിക്കണം, അത്രയേ ഉള്ളൂ എനിക്ക്. നിറഞ്ഞ കണ്ണുകളോടെ അവൾ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകളിലും ഒരു നീർത്തിളക്കമുണ്ടായി. തോമസിനെ വിളിച്ച് വണ്ടി ഏർപ്പാട് ചെയ്യണം. താൻ ആ ഫോൺ ഒന്നിങ്ങെടുത്ത് തന്നേ. അവൻ അങ്ങനെ പറയുമ്പോൾ അവൾ മുഖം ഒന്ന് തുടച്ചുകൊണ്ട് അവൻ്റെ ഫോൺ എടുക്കാനായി പോയി. നാളെ മുതൽ തങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രകാശം പരക്കുമെന്ന സന്തോഷത്തിലായിരുന്നു അവർ ഇരുവരും. പക്ഷേ ഇനി ഒരിക്കലും താൻ പ്രസവിച്ച കുഞ്ഞിനെ തനിക്കൊന്ന് കാണാൻ പോലും കിട്ടില്ല എന്നൊരു സങ്കടം തമ്പുരുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോഴും
അത് താൻ അർഹിക്കുന്നു എന്ന ചിന്തയും അവളിലുണ്ടായിരുന്നു. ശിവാനിയുടെ കല്യാണം കൂടാൻ പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഒടുക്കത്തെ ഛർദി കാണാം ആ പോക്കും മുടങ്ങിപ്പോയി കൃതി. എൻ്റെ പറച്ചിൽ കേട്ടൊന്ന് ചിരിച്ചുകൊണ്ട് കൃതി പറഞ്ഞു, അത് സാരില്ല കുഞ്ഞിളേച്ചി, വൈകുന്നേരം റിസപ്ഷന് പോകാലോ. കിച്ചേട്ടനോട് പറയി കൊണ്ടുപോവാൻ. കുഞ്ഞാവയെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കളാം. ആ നേരത്ത് കുഞ്ഞുകളുടെ കയ്യിലിരുന്ന കുഞ്ഞുവാവയെ കഴിഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് അവൾ തുടർന്നു, നിങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട് വാ. അവിടെ ഒരാൾ ഇന്ന് ലേറ്റ് ആകുമെന്ന് വിളിച്ചു പറഞ്ഞു. കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന് എന്നെ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ആളുടെ കൂട്ടുകാരെയൊക്കെ കാണുന്നത് തന്നെ വല്ലായ്മയാണ്. അവരൊക്കെ വലിയ ആൾക്കാരാണ്. എനിക്കാണെങ്കിൽ ആളെപ്പോലെ വിദ്യാഭ്യാസവും പത്രാസവും ഒന്നും ഇല്ലതാനും. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആ കൂടെ പോയാൽ അത് ആൾക്ക് തന്നെ നാണക്കേടാകില്ലേ? പുറമേ ചിരിച്ചുകൊണ്ട് കൃതി അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ എനിക്ക് പഴയ എന്നെ തന്നെയാണ് ഓർമ്മ വന്നത്. മുൻപൊക്കെ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നുവല്ലോ. എൻ്റെ കൃതി, നീ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. നിനക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസവും ആവശ്യത്തിലധികം സൗന്ദര്യമുണ്ട്. ഒമ്മറിനെ പറ്റിയ പെണ്ണ് തന്നെയാണ് നീ. അല്ല, നീ എൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ കിച്ചേട്ടനും തമ്മിൽ എല്ലാ കാര്യത്തിലും രാപ്പകൽ വ്യത്യാസമില്ലേ? തുടക്കത്തിൽ ഒക്കെ നിന്നെപ്പോലെ തന്നെയാണ് ഞാനും ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് വിലയിടേണ്ടത് നമ്മൾ തന്നെയാണ് കൃതി. ഈ ലോകത്ത് എല്ലാ മനുഷ്യരും തുല്യരാണ്. ജനിക്കുന്നതും മരിക്കുന്നതും ഒരേപോലെയാണ്. പക്ഷെ അതിനിടയിലുള്ള ജീവിതത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം. എന്ന് കരുതി ആരും നമുക്ക് മേലെയും അല്ല കീഴേയുമല്ല. എല്ലാവരും സമന്മാരാണ്. അതുകൊണ്ട് തന്നെ നീ ഒന്നിനും പുറകിലേക്ക് പോകരുത്. ഒമ്മൻ്റെ ഒപ്പം തന്നെ നിൽക്കണം എല്ലായിടത്തും, കേട്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ കൃതി ഓടി വന്നതിനെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഞാൻ തിരിച്ചും അവളെയും ഒന്ന് ആശ്ലേഷിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ കൃതി ഒമറിനെ വിളിച്ച് അവളെ വന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. ആ നേരത്തെ തന്നെ ഞാൻ കിച്ചേട്ടനെ വിളിച്ച് എനിക്ക് ശിവാനിയുടെ റിസപ്ഷനിൽ പോകണമെന്നുള്ള കാര്യവും പറഞ്ഞു. ജാസി ചേട്ടനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു കിച്ചേട്ടൻ. തുടർ ചികിത്സയ്ക്കായി ജാസി ചേട്ടനെ വിദേശത്തേക്ക് കൊണ്ടുപോകാനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനം. ആളുടെ ഉൾപ്പെടെ ഒരു സഹോദരി അമേരിക്കയിൽ സ്ഥിരതാമസമാണത്രേ. അവരാണ് അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. ഒമറും കിച്ചേട്ടനുമെല്ലാം അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. ജാസി ചേട്ടൻ്റെ കുടുംബം ഇവർ രണ്ടാളെയും അഭിപ്രായം ചോദിച്ചിരുന്നു. എവിടെ കൊണ്ടുപോയാലും ജാസി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വേണമെന്ന് മാത്രം അവർ രണ്ടാളും ഒരേപോലെ പറഞ്ഞു അത്രേ. സത്യം പറഞ്ഞ കുറച്ചുപേരുടെ ആരോഗ്യകാര്യത്തിൽ ദുഃഖവും ഒരാളുടെ ആരോഗ്യനില തകരാറിലായ കാര്യത്തിൽ സമാധാനവുമാണ് എനിക്കുള്ളത്. വേറെ ആരുടെയുമല്ല, ദേവദാസിൻ്റെ. അയാളെ സംസാരശേഷി പൂർണ്ണമായി നഷ്ടമായി. ഇപ്പോൾ ചലനശേഷി നഷ്ടമായി എന്ന് കേൾക്കുന്നു. കാർത്തുവാൻറ്റി ഒഴുകി മറ്റെല്ലാവർക്കും ആ വാർത്ത സന്തോഷം മാത്രമാണ് നൽകിയത്. ജലജാൻ്റെയും പ്രഭാകരൻ മാമനും അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. തുമ്പിച്ചേച്ചിയോട് അവർ ഇരുവരും ക്ഷമിച്ച മട്ടാണ്. അതുകൊണ്ട് തന്നെയാകും ഇപ്പം നാട്ടിലേക്കുള്ള ഈ വരവും. കിച്ചേട്ടൻ ഒരിക്കലും തുമ്പിച്ചേച്ചിയോട് ക്ഷമിക്കുകയില്ല, കുഞ്ഞുവാവെ കാണാനുള്ള അവസരം കൊടുക്കുകയില്ല എന്ന് തീർത്തു പറഞ്ഞു. ഒരു കണക്കിന് ആലോചിച്ചാൽ ആ കാര്യത്തിൽ കിച്ചേട്ടൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. അങ്ങനെ ഒരെന്നും ആലോചിച്ചിരിക്കുന്നിടയിൽ കിച്ചേട്ടനും ഓമറും ഒന്നിച്ച് കയറി വന്നു. പിന്നെ എല്ലാവരും വളരെ പെട്ടെന്നായിരുന്നു. അവർ ബർത്ത്ഡേ ഫംഗ്ഷനും ഞങ്ങൾ കല്യാണ റിസപ്ഷനുമായി പോയി. ചുവന്ന ഗൗണിൽ അതിസുന്ദരിയായിരുന്നു ശിവാനി. ഞങ്ങളെ കണ്ടതേ അവൾ ഓടി വന്ന് സ്വീകരിച്ചു. എന്നെ ഏറെ ആകർഷിച്ച മറ്റൊരു കാഴ്ച ശിവാനിയുടേത് പോലെയുള്ള വസ്ത്രത്തിൽ അവളോടൊപ്പം നിൽക്കുന്ന ആ കൊച്ചു പെൺകുട്ടിയായിരുന്നു. അത് ശിവാനിയുടെ ഭർത്താവിൻ്റെ ആദ്യ ബന്ധത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു. ശിവാനി ആ കുട്ടിയെ സ്വന്തം മകളെ പോലെ കണ്ടുകൊണ്ട് നടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അവളോട് മതിപ്പ് കൂടി. പോകും വഴി കിച്ചേട്ടൻ ഒരു കൈ ചെയിൻ ശിവാനിക്കായി വാങ്ങി എന്നെ ഏൽപ്പിച്ചിരുന്നു. അത് ഞാൻ അവൾക്ക് ഇട്ടുകൊടുത്തു. പിന്നെ ഞങ്ങൾ മൂവരും ഭക്ഷണം കഴിക്കാനായി പോയി. അപ്പോഴാണ് മറ്റൊരാളെ കൂടി കണ്ടത്, ഡോക്ടർ രുദ്രാത്മികയെ. കിച്ചേട്ടനെയും എന്നെയും കാണാത്ത ഭാവത്തിൽ അവർ മുഖം തിരിച്ച് നടന്നു പോകുമ്പോൾ കിച്ചേട്ടൻ്റെ നോട്ടം മുഴുവനും എൻ്റെ മുഖത്തായിരുന്നു. ഞാൻ ആളെ നോക്കി വിളക്കിനെ ചിരിച്ച് കാണിച്ചു. അന്നത്തെ ആ ദിവസമായിരുന്നു അപ്പം എൻ്റെ മനസ്സ് നിറയെ. അങ്ങനെ ഏറെ സന്തോഷത്തോടെ ആ ദിവസം കടന്നുപോയി. നാളെയാണ് മുത്തശ്ശിയെ കൃഷ്ണൻ വൈദ്യരെ അരികിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നത്. എത്രയും വേഗം മുത്തശ്ശിക്ക് പഴയതുപോലെ എഴുന്നേറ്റ് നടക്കാൻ കഴിയണേ എന്നൊരു പ്രാർത്ഥനയോടെയാണ് ഞാൻ കിടന്നത്. ഏതായാലും തമ്പുരു അവിടെ ഉള്ളത് നന്നായി അല്ലേ ഉണ്ണി? കാറിൻ്റെ മുൻസീറ്റിലിരുന്ന് പിന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രഭാകരൻ അങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ണി അതേന്ന് തലകുലുക്കി സമ്മതിച്ചു. കിച്ചുവാണ് ഡ്രൈവിംഗ് സീറ്റിൽ. കോ ഡ്രൈവിംഗ് സീറ്റിൽ പ്രകാശനും പിന്നിൽ ഉണ്ണിയും. കാർത്തു ദേവനെ കാണാനായി ഉഷയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. നാരായണിയമ്മയെ കൃഷ്ണൻ വൈദ്യരുടെ അരയിലേൽപ്പിച്ച് മടങ്ങുമ്പോൾ തുമ്പി അവിടെ ഉണ്ടല്ലോ എന്നൊരു സമാധാനമായിരുന്നു അവർ മൂവരിൽ. കിച്ചു അത് തുറന്ന് പറഞ്ഞില്ലെന്ന് മാത്രം. അങ്ങനെ ജാസിയുടെയും മുത്തശ്ശിയുടെയും ഒക്കെ കാര്യത്തിൽ കുറച്ച് സമാധാനമായി. എത്രയും വേഗം അവർക്ക് ഭേദമായാൽ മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് പിന്നിൽ എന്തോ ഒളിപ്പിച്ച് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്ന കിച്ചണിനെ ഞാൻ സൂക്ഷിച്ചു നോക്കി. എന്തോ ഒരു കള്ളലക്ഷണമുണ്ട് ആ മുഖത്ത് മാത്രമല്ല ദേഹത്തും. ഉടുത്തുകൊണ്ടുപോയ വെള്ളമുണ്ടിൽ ആകെ ചെളിയാണ്. ഈ കോലത്തിലാണോ ഈ മനുഷ്യൻ അവിടെ നിന്നും ഇവിടെ വരെ വന്നത് എന്നോർത്തുപോയി ഞാൻ. എന്താടോ താനെന്നെ ഇങ്ങനെ ആദ്യം കാണുന്ന പോലെ നോക്കുന്നത്? അല്ല, നമ്മുടെ മൂത്ത പുത്രി നേരത്തെ ഉറങ്ങിയോ അതോ കൃതി കൊണ്ടുപോയോ?
കുസൃതി ചിരിയോടെ അങ്ങനെ ചോദിച്ചുകൊണ്ട് കിച്ചടൻ എൻ്റെ അരികിലേക്ക് വരുമ്പോൾ ചെളിയുടെ ഗന്ധം അനുഭവിച്ചിട്ടില്ലാത്ത എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. അപ്പം മാത്രമാണ് കിച്ചേട്ടൻ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയത്. പെട്ടെന്ന് ആളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. കുഞ്ഞുവാവ് ഇന്ന് നേരത്തെ ഉറങ്ങി കിച്ചേട്ടാ. കൃതിയും അമ്മറും ഇപ്പോൾ അങ്ങോട്ട് പോയതേയുള്ളൂ. ഞാൻ ആളെ ഇന്ന് കൂളാക്കാൻ എന്നതുപോലെ പെട്ടെന്ന് പറഞ്ഞു. അയ്യോ സോറി കുഞ്ഞുസേ, ഞാൻ എൻ്റെ ഈ കുഞ്ഞാമ്പലിന് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി ചെയ്ത പണി അല്പം ഒന്ന് പാളിയതാണ്. പിന്നിൽ മറച്ചു പിടിച്ചിരുന്ന കൈ മുന്നിലേക്ക് കാട്ടിക്കൊണ്ട ആളങ്ങനെ പറയുമ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ മിഴികൾ നിറഞ്ഞു പോയിരുന്നു. ആ കൈ കുടന്ന നിറയെ എനിക്കേറെ പ്രിയമുള്ള കുഞ്ഞാമ്പൽ പൂക്കൾ. അവരെ കൊണ്ടാക്കാൻ തറവാട്ടിൽ ചെന്നപ്പോൾ ഉണ്ണിയങ്ങളാണ് പറഞ്ഞത് കുളത്തിൽ നിറയെ ആമ്പൽപ്പൂക്കൾ വിടർന്നിട്ടുണ്ടെന്ന്. പിന്നൊന്നും നോക്കിയില്ല, പോയി അങ്ങ് പറിച്ചു. അതിനിടയ്ക്ക് വെള്ളമുണ്ടാണെന്നുള്ള കാര്യം അങ്ങ് മറന്നുപോയി. സമയം പോയതുകൊണ്ട് അവിടുന്ന് വേഷം മാറാൻ നിൽക്കാതെ നേരെ ഇങ്ങോട്ട് പോന്നു. താന്ത് പിടിക്ക്, ഞാൻ പോയി വേഷമൊക്കെ മാറ്റി കുളിച്ചിട്ട് വരാം. കിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞാമ്പൽ പൂക്കൾ എൻ്റെ നേരെ നീട്ടുമ്പോൾ അത് കൈ നീട്ടി വാങ്ങിയും അപ്പം തന്നെ ഞാൻ ആ നെഞ്ചിലേക്ക് ചായുകയും ചെയ്തു. മാർഗേ, തനിക്ക് ഛർദ്ദിക്കാൻ വരും കേട്ടോ. മെല്ലെ എന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് കിച്ചേട്ടൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ ആടെ നെഞ്ചിലേക്ക് പറ്റി ചേർന്ന് നിന്നു. ആ നിമിഷം നിറഞ്ഞൊരു ചിരിയോടെ കിച്ചേട്ടൻ എന്നെ ചേർത്ത് പിടിച്ചു. പിന്നെ മുട്ടുകുത്തിയിരുന്ന് അല്പം ഉയർന്ന എൻ്റെ വയറിന്മേൽ മെല്ലിന്ന് ചുംബിച്ചു. സത്യത്തിൽ ആ നിമിഷം മനസ്സിൽ ഞാൻ തുമ്പിച്ചേച്ചിക്ക് നന്ദി പറയുകയായിരുന്നു. കിച്ചേട്ടനെയും കുഞ്ഞാവയും ഉപേക്ഷിച്ചു പോയതിന്. ഇത്രയും സ്നേഹവും കരുതലുമുള്ള ഒരാളെ എനിക്ക് സ്വന്തമായി കിട്ടിയത് അവർ ഒരാൾ കാണുവാണല്ലോ. ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ട് സമാധാനമുള്ളതായിരുന്നു. ഇനി അങ്ങോട്ടും ഞങ്ങളുടെ ദിനങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അതിന് മറുപടി എൻ്റെ കയ്യിലിരുന്ന കുഞ്ഞാമ്പലുകൾ എന്നെ നോക്കി പുഞ്ചിരി പൊഴിക്കും പോലെ എനിക്ക് തോന്നി.